ഹായ് ഓൾ, പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് എക്സാംസ് ഒക്കെ ഉടനെ തന്നെ ഇങ്ങോട്ട് വരാനിരിക്കുവാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിത്തത്തിന്റെ ഒരു ചൂടിലാണ്. അപ്പൊ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ടോപ്പിക്സ് സിലബസിൽ ഉണ്ട്. എന്നിരുന്നാലും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. അതായത് ചില ടോപ്പിക്സ് നമുക്ക് ഉറപ്പുണ്ട് ഈ ടോപ്പിക്സിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഒരു 99% ഉണ്ട് എന്നുറപ്പിക്കാവുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് എന്തുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സും അവയിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുൻപ് ആ ചാപ്റ്റേഴ്സുമായിട്ട് ഒന്ന് പരിചയപ്പെടാനും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് പരിചയപ്പെടാം. അപ്പം ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു 3-4 ചാപ്റ്റേഴ്സ് അതിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കറിയാം, കോൺകോഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കോൺകോഡ് എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് കോൺകോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സെന്റൻസിലുള്ള സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺകോഡ് എന്ന് പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും ആരായിരിക്കണം, സിംഗുലാർ ആയിരിക്കണം. അതേസമയം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ കൂടെ ഉപയോഗിക്കുന്ന വെർബും ആര് തന്നെ ആയിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് നമ്മളുടെ കോൺകോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഈ കോൺകോഡിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂള്, ഈ എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്, എന്താ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി ഓഫ്, ദ നമ്പർ ഓഫ് എഴുതിയിട്ടുണ്ടല്ലേ. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി ഓഫ്, ദ നമ്പർ ഓഫ്. എന്നിട്ട് നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ടേക്സ് പ്ലൂറൽ സബ്ജക്ട് ആൻഡ് സിംഗുലാർ വെർബ്. സോ കാണുമ്പോഴേ നമുക്കറിയാം, ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് സാധാരണ രീതിയിൽ ഇവയെ ഉപയോഗിക്കുന്നത്. സോ ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് വൺ ഓഫിലോ, എയ്തർ ഓഫിലോ, നെയ്തർ ഓഫിലോ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഈച്ച് ഓഫിലോ, എവരി ഓഫിലോ, അതുമല്ലാന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫിലോ ആണെങ്കിൽ ഇവയ്ക്ക് ശേഷം വരുന്ന സബ്ജക്റ്റ് എപ്പോഴും അതിന്റെ പ്ലൂറൽ ഫോമിലും അതേസമയം വെർബ് ഏത് ഫോമിലും ആയിരിക്കണം, സിംഗുലാർ ഫോമിലും ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ വൺ ഓഫ് ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ രീതിയിൽ എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. സോ അപ്പം റൂള് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിൽ നിന്ന് എന്ത് കാണാം, ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ഹിയർ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ഹിയർ. കാണുമ്പോഴേ നമുക്കറിയാം സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് വൺ ഓഫിലാണ്. നമുക്കറിയാം വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ അത് PS ആണെന്ന് ഓർത്തു വെക്കുക. എന്താ മക്കളെ PS എന്ന് പറഞ്ഞാൽ? പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. സോ പ്ലൂറൽ സബ്ജക്റ്റ് ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്? ദ ബോയ്സ് എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആരെയാ വേണ്ടത്? വെർബ് നമ്മളുടെ സിംഗുലാർ ആയിരിക്കണം. അവിടെ ബോയ്സ് എന്ന് കാണുമ്പം ഈ റൂൾ അത്ര പഠിച്ചിട്ടില്ലാത്തവർക്ക് പെട്ടെന്ന് പ്ലൂറൽ വെർബ് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് വരുന്നത്. പക്ഷെ റൂള് പഠിച്ച നമ്മൾക്കറിയാം, വൺ ഓഫിന് ശേഷം വരുന്ന സബ്ജക്റ്റ് മാത്രമേ എന്തുള്ളൂ, പ്ലൂറൽ ഉള്ളൂ. വെർബ് ആരായിരിക്കണം, സിംഗുലാർ ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ എന്ത് വരും? കംസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പം വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹിയർ എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയാലോ. എയ്തർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദ ഷോ. എയ്തർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദ ഷോ. സോ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വേർ ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ഹാവ് ഉണ്ട്. ഇവിടെയും നമുക്കറിയാം സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് എയ്തർ ഓഫിലാണ്. എയ്തർ ഓഫ് എന്ന് പറയുമ്പോഴേ ഇവിടെയും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം PS, പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. ഓൾറെഡി ദം എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ നമ്മുടെ വെർബ് ആരായിരിക്കണം? സിംഗുലാർ.
ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോഴേ നമുക്കറിയാം ആകപ്പാടെ ഒരൊറ്റ സിംഗുലാർ വെർബേ ഉള്ളൂ, അതാണ് ഈസ്. സോ നമ്മുടെ ആൻസർ ഈദർ ഓഫ് ദം ഈസ് ഇൻവൈറ്റഡ് ടു ദ ഷോ. നെക്സ്റ്റ് ചോദ്യം, ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് 100. ദ നമ്പർ ഓഫ്, ഇത് കാണുമ്പോഴേ ഓർത്തിരുന്നോളണം. ദ നമ്പർ ഓഫ് വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം PS ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് PS ആയതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ഓൾറെഡി നമുക്കറിയാം അല്ലെ, മാംഗോസ് പ്ലൂറൽ ആണ്. ഇനി വെർബ് ആരായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അപ്പൊ എന്ത് വരും ആൻസർ? ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ് ഈസ് 100. ആൻസർ ഈസ് 100. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. വൺ ഓഫ്, അതുപോലെ തന്നെ എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി ഓഫ്, ദ നമ്പർ ഓഫ്, ഇവയെല്ലാം PS ആണ്. പ്ലൂറൽ സബ്ജക്റ്റും വെർബ് സിംഗുലാറും ആയിരിക്കണം. ഓക്കെ അല്ലേ? സോ അപ്പൊ കോൺകോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അല്ലേ. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. കാരണം ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ആൻസർ ശരിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്? നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടാഗ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അതേസമയം തിരിച്ച് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കണം ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ട റൂള്. അതിനുശേഷം നമ്മൾ ഒരു കാര്യം കൂടി ക്വസ്റ്റ്യൻ ടാഗിൽ ശ്രദ്ധിക്കുക. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ് ആയി ഒരു ഓക്സിലറി വെർബ് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം. എന്തിനാണ് അങ്ങനെ നോക്കുന്നത്? അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഇതേ ഓക്സിലറിയെ ഉപയോഗിച്ച് തന്നെ ആരെ ഉണ്ടാക്കുക? ക്വസ്റ്റ്യൻ ടാഗിനെ ഉണ്ടാക്കുക. നമുക്കറിയാല്ലേ, ഇപ്പം രാഹുൽ ഈസ് എ ഡോക്ടർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തരുന്നതെങ്കിൽ അതിന്റെ ടാഗ് എന്താണ്? നമുക്കറിയാം ഈസ് എന്നുള്ള ഓക്സിലറിയെ തന്നിട്ടുണ്ട്. രാഹുൽ ഈസ് എ ഡോക്ടർ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന്റെ ടാഗ് നെഗറ്റീവ് വരണം. ഈസ് എന്നുള്ള ഓക്സിലറി ഉള്ളത് കാരണം നമുക്കറിയാം ഈസിൻറ്റ്, രാഹുലിന് പകരമുള്ള പ്രൊനൗൺ ആണ് ഹി. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. സോ അപ്പം ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ? അതേ ഓക്സിലറിയെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക. ഇനി ഓക്സിലറിയെ ഡയറക്റ്റ് ആയിട്ട് തരാത്ത സെന്റൻസ് ആണെങ്കിലോ നമ്മൾ എന്താ ചെയ്യണ്ടേ? സോ അതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും നമുക്ക് നോക്കാം. അങ്ങനെ ഓക്സിലറിയെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ളതാണ്. കാണുമ്പോഴേ നമുക്കറിയാം നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് ആരായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അല്ലെ. നെഗറ്റീവ് ടാഗ് വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനെയും സെക്കൻഡ് ഓപ്ഷനെയും ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് മാറ്റാം. ഇനി നമുക്കറിയാം ഒരു ഓക്സിലറി ഉണ്ടോ? ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി ഇല്ല. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് നോക്കണം? ഇവിടെ തന്നിരിക്കുന്ന പ്രധാന ക്രിയ മെയിൻ വെർബിനെ നോക്കുക. എന്താണ് അവിടെ തന്നിരിക്കുന്ന മെയിൻ വെർബ്? സ്പീക്സ് എന്നുള്ളതാണ്. സ്പീക്സ് കാണുമ്പോഴേ നമുക്കറിയാം അത് സിംഗുലാർ V1 ആണ്. അതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഡസ് ചേർന്നത് കൊണ്ടാണ് അത് സ്പീക്സ് എന്നായിട്ട് മാറിയത്. അങ്ങനെ എസ് ചേർന്ന് വരുന്ന ഒരു സിംഗുലാർ V1 ആണ് മെയിൻ വെർബെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി ആണ് ഡസ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്ത് വരും? ഡസിൻറ്റ് ഹി എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ സിംഗുലാർ V1 ആണ് ഇതേപോലെ ലാസ്റ്റ് എസ് ചേർന്ന് വരുന്നത്. റൈറ്റ്സ്, പ്ലേസ്, സ്പീക്സ്, സ്റ്റഡീസ്, സ്ലീപ്സ്, അങ്ങനെ സിംഗുലാർ V1 വന്നാൽ അതിനു പകരം ഡസിനെ ഉപയോഗിക്കുക. ഇനി അവിടെ സ്പീക്കിന് പകരം ഉള്ള വെർബ് സ്പീക്ക് എന്നായിരുന്നെങ്കിൽ സ്പീക്സിന് പകരം സ്പീക്ക് ആണെങ്കിൽ സ്പീക്ക് കാണുമ്പോൾ നമുക്കറിയാം അത് പ്ലൂറൽ V1 ആണ്. അങ്ങനെ പ്ലൂറൽ V1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ടാഗിൽ ആരെ ഉപയോഗിക്കണം? ഡൂവിനെയാണ് കൊടുക്കേണ്ടത്. ആരെയാണ് കൊടുക്കേണ്ടത്? ഡു എന്ന് പറയുന്ന ഓക്സിലറിയെയാണ് കൊടുക്കേണ്ടത്.
ഓക്കെ, ഇനി ഈ V1 പകരം V2 ആണ് വരുന്നതെങ്കിലോ, സ്പോക്കാണ് വന്നിരുന്നതെങ്കിലോ നമ്മൾ ആരെ കൊടുക്കണം? ഡിഡ് ഉപയോഗിക്കണം. അപ്പൊ ഇത് മറക്കരുത്. മെയിൻ വെർബായിട്ട് സിംഗുലാർ V1 എസ് ചേർന്നതാണ് വരുന്നതെങ്കിൽ അതിനു പകരം ഡെസ്സും, എസ് ചേരാത്ത പ്ലൂറൽ V1 ആണെങ്കിൽ ഡൂവും, V2 ആണെങ്കിൽ ഡിഡുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുക. കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ ഫ്യൂ എന്നുള്ള നെഗറ്റീവ് വേർഡ് ഈ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. ഇതിന്റെ ടാഗ് ആരായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കളഞ്ഞു. ഇവിടെയും ആരില്ല? ഡയറക്റ്റ് ഓക്സിലറി ഇല്ല. സോ നമ്മൾ മെയിൻ വെർബിനെ നോക്കി. മെയിൻ വെർബ് ന്യൂ ആണ്. ന്യൂ എന്ന് കാണുമ്പോഴേ നമുക്കറിയാം V2 ആണല്ലേ. V2 വന്നാൽ ആര് വേണം? ഡിഡ് വേണം. ഫ്യൂ പീപ്പിളിന് പകരം നമുക്ക് കൊടുക്കാവുന്ന പ്രൊനൗൺ ആണ് ദേ. സോ നമ്മുടെ ആൻസർ ഡിഡ് ദേ എന്ന് വരുന്നു. ഓക്കെ, ഡിഡ് ദേ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയാലോ. എവരിവൺ ലൈക്സ് ഐസ്ക്രീം. ക്വസ്റ്റ്യൻ ടാഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. മാത്രവുമല്ല എല്ലാവർക്കും തെറ്റാനായിട്ട് സാധ്യത, പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത്. എന്താണ്? എവരിവൺ ലൈക്സ് ഐസ്ക്രീം. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് നോക്കുന്നു. കാണുമ്പോഴേ നമുക്കറിയാം നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, അത് ഉറപ്പിച്ചു. സോ നമ്മൾ ഡസ് ദേ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനെയും ഡൂ ദേ എന്നുള്ള സെക്കൻഡ് ഓപ്ഷനെയും കളഞ്ഞു. ഇനി നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആരെ നോക്കി? മെയിൻ വെർബിനെ നോക്കി അല്ലേ. മെയിൻ വെർബ് ലൈക്സ് ആണ്. എസ് ചേർന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആക്ച്വലി നമ്മൾ എഴുതും, എന്തെഴുതും? ഡസിന്റ് എന്നെഴുതും അല്ലെ. ഡസിന്റ് എന്ന് എഴുതും. എന്നിട്ട് എന്ത് കൊടുക്കും? എവരി വൺ. എവരി വൺ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിനു പകരമുള്ള പ്രൊനൗൺ ദേ ആണ്. അപ്പൊ ആക്ച്വലി എന്താണ് വരുന്നത്? ഡസിന്റ് ദേ എന്ന് നമ്മൾ കാണും. ഇങ്ങനൊരു ഓപ്ഷൻ എന്തുണ്ട്? നമ്മുടെ ആൻസറിലും ഉണ്ടല്ലേ. സോ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫോർത്ത് ഓപ്ഷൻ ആണ് ആൻസർ എന്ന് മാർക്ക് ചെയ്യും. പക്ഷേ ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. ഈ തെറ്റിന് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ഡസിന്റ് ദേ എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ദേ എന്നുള്ളത് പ്ലൂറൽ ആണ്, പ്ലൂറൽ പ്രൊനൗൺ ആണല്ലേ. അതിന്റെ കൂടെ ആരെ വെർബ് ചേരുവുള്ളൂ? പ്ലൂറൽ വെർബേ ചേരുവുള്ളൂ, നമ്മുടെ കോൺകോഡ്. അതുകൊണ്ട് തന്നെ ഡസ് ചേരുവോ? ഇല്ല, ഡസ് സിംഗുലാർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ദേ മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡസിന് പകരം ഡസിന്റെ പ്ലൂറൽ. ആരാണ് ഡസിന്റെ പ്ലൂറൽ? ഡു. അങ്ങനെ നമ്മുടെ ആൻസർ വരുന്നത് ഡോണ്ട് ദേ എന്ന ആൻസർ വരും. ഈ ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോഴും ഓർത്തിരിക്കുക, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് ആയിട്ട് എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, ഈ 8 പേരിൽ ആര് വന്നാലും അവിടെയെല്ലാം ഈ ഒരു റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഈ 8 പേരിൽ ആര് സബ്ജക്റ്റ് ആയിട്ട് വന്നാലും നിങ്ങൾ ഒന്ന് വിജിലന്റ് ആകുക. പെട്ടെന്ന് ചാടിക്കേറി ആൻസർ മാർക്ക് ചെയ്യാണ്ട് ആലോചിച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ടെൻസസ്. ടെൻസ് ഇല്ലാണ്ട് ആരില്ല? ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഞാൻ പ്രത്യേകിച്ച് അതിന് റൂൾ ഒന്നും പറയുന്നില്ല. നമ്മളൊരു 2-3 സെന്റൻസ് പറഞ്ഞിട്ട് ആ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസിന്റെ റൂൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. The contractor dashed the work by the end of this year. The contractor dashed the work by the end of this year. 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. will complete, will have completed, completes, will be complete. കാണുമ്പോഴേ നമുക്കറിയാം ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ഈ വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചർ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ആ സെന്റൻസിന്റെ മലയാളം മീനിങ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ കോൺട്രാക്ടർ ഡാഷ് ദ വർക്ക് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഈ വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്കും കോൺട്രാക്ടർ എന്ത് ചെയ്തിട്ടുണ്ടാകും? വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും.
അപ്പൊ ഈ സെന്റൻസിൽ കൂടി നമ്മളിലേക്ക് കൺവേ ചെയ്യപ്പെടുന്ന ആശയം എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴേക്കും ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള മീനിങ് ആണ് ഈ സെന്റൻസിൽ കൂടെ എന്ത് ചെയ്യുന്നത്, കൺവേ ചെയ്യപ്പെടുന്നത്. അപ്പൊ എപ്പോഴും ഓർത്തോളുക, സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആശയം അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴേക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും, കഴിഞ്ഞിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഒരു പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻസിനെ സൂചിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെയാണ് കൊടുക്കേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വില്ലിന്റെയോ ഷാളിന്റെയോ കൂടെ ഹാവ് V3 എന്ന് പറയുമ്പോൾ വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മീനിങ് നോക്കുക. ഫ്യൂച്ചറിലുള്ള ടൈം ആകുമ്പോഴേക്കും അവൻ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും, അവൻ അവിടെ എത്തിയിട്ടുണ്ടാകും, ഇതേപോലെ തീർത്തിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു പ്രവൃത്തി. അതാണെങ്കിൽ ഉടനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ ഫില്ല് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ചോദ്യം. മൈ മദർ ഡാഷ് ഹർ അങ്കിൾ യെസ്റ്റർഡേ. My mother dash her uncle yesterday. Visits, visiting, visit, visited. ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ വളരെ കൃത്യമായിട്ട് ഒരു ക്ലൂ വേർഡിനെ തന്നിട്ടുണ്ട്. അതാണ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്നുള്ള വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാസ്റ്റിനെയാണല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ നിങ്ങൾക്ക് യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു ക്ലൂ വേർഡോ അല്ലെങ്കിൽ ലാസ്റ്റ് ചേർന്ന് വരുന്ന ഒരു ക്ലൂ വേർഡോ, എക്സാമ്പിൾ ആയിട്ട് ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ഇതേപോലെ ലാസ്റ്റ് ചേർന്ന് വരുന്ന ഒരു ക്ലൂ വേർഡ്, അതുമല്ലെങ്കിൽ എഗോ ചേർന്ന് വരുന്ന ഒരു ക്ലൂ വേർഡ്. അതെങ്ങനെയാണ്? ഫ്യൂ മിനിറ്റ്സ് എഗോ, 3 months എഗോ, 5 years എഗോ, ഫ്യൂ അവേഴ്സ് എഗോ, ഇതേപോലെ എഗോ ചേർന്ന് വരുന്ന ഒരു ടൈം വേർഡ്. 3 ഓർത്തിരിക്കുക. ഒന്നെങ്കിൽ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർന്ന് വരുന്ന ടൈം വേർഡ്, അതുമല്ലെങ്കിൽ എഗോ ചേർന്ന് വരുന്ന ടൈം വേർഡ്. ഇത് 3-ൽ ഏതുണ്ടെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അഥവാ വെർബിന്റെ V2 ഫോം ആണ്. അപ്പൊ നമ്മുടെ ആൻസർ മൈ മദർ വിസിറ്റഡ് ഹർ അങ്കിൾ യെസ്റ്റർഡേ. ഓക്കെ, അടുത്തത് നോക്കിയാലോ. ഐ ഡാഷ് ദ ഫീസ്. ഇവിടെ എന്താ പറയുന്നത്? പെയ്ഡ് ഉണ്ട്, പേയിങ് ഉണ്ട്, ഹാവ് പെയ്ഡ് ഉണ്ട്, ഹാസ് പെയ്ഡ് ഉണ്ട്. നോർമലി ആദ്യം തന്നെ എല്ലാവരും ചാടിക്കേറി പെയ്ഡ് എന്നുള്ള ആൻസർ ആണ് സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. പക്ഷെ പെയ്ഡ് എന്ന് പറയുന്നത് ഏത് വെർബാണ്? വെർബിന്റെ V2 ഫോം ആണ് അല്ലെ. V2 ഫോമിനെ നമ്മൾ അവിടെ കൊടുക്കണമെങ്കിൽ ആ സെന്റൻസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം ഇത് പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തിയാണ് എന്ന്. പക്ഷെ ഈ സെന്റൻസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ആരെ കൊടുക്കാൻ പറ്റില്ല? പെയ്ഡ് എന്ന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആരെ കൊടുക്കണം? നമ്മൾ പറഞ്ഞു ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു പ്രവൃത്തിയെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തു പറഞ്ഞിട്ടില്ല? ആ പ്രവൃത്തി നടന്ന ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ ടൈം ഓഫ് ആക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അവയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഹാസ് V3 അല്ലെങ്കിൽ ഹാവ് V3. അതുകൊണ്ട് തന്നെ ഇവിടെ ടൈം ഓഫ് ആക്ഷൻ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഐയെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഐ ഹാവ് പെയ്ഡ് ദ ഫീസ്. എന്താണ്? ഐ ഹാവ് പെയ്ഡ് ദ ഫീസ്. സോറി, മാർക്ക് ചെയ്തപ്പോ തെറ്റിയാണ്. ഐ ഹാവ് പെയ്ഡ് ദ ഫീസ്. ഓക്കെ, then she usually dash to school by bus. ഈ ഒരു സെന്റൻസ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള സെന്റൻസ് ആണ്. കാരണം ആ സെന്റൻസിൽ ആരുണ്ട്? യൂഷ്വലി. യൂഷ്വലി എന്നുള്ള വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വെർബിന്റെ V1 ഫോം ആണ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ഷീ ആണ്. ഷീ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ടെൻസിന്റെ എല്ലാമൊന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസും 4 റൂൾസുമാണ് പറഞ്ഞത്. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ നമുക്കൊന്ന് നോക്കാം.
ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇതും നമുക്കറിയാം അല്ലെ, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. മനു ഈസ് യൂസിങ് ഇന്റർനെറ്റ് അറ്റ് ദിസ് ടൈം. ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇതിനെ നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നു? പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ഒരു സെന്റൻസിനെ നമ്മൾ മാറ്റുമ്പോൾ ആ ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസിനെ ഒബ്ജക്റ്റിനെ ആരാക്കി മാറ്റണം? നമ്മൾ എഴുതുന്ന പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആക്കി മാറ്റണം. അപ്പൊ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് ഏതാണ് എന്ന് നോക്കണം. മനു എന്താണ് യൂസ് ചെയ്യുന്നത്? മനു ഇന്റർനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? സബ്ജക്റ്റ് ആക്കി മാറ്റേണ്ടത്. ഓൾറെഡി നമ്മളുടെ 4 ഓപ്ഷനിലും ഇന്റർനെറ്റ് ഉണ്ട്. ഇനിയാണ് വെർബ്. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഈസ് എന്നുള്ള ഓക്സിലറി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് പ്രസന്റ് ടെൻസ് ആണ്. സോ നമ്മൾ എഴുതുന്ന പാസീവ് വോയിസിലും ടെൻസ് ആര് തന്നെ ആയിരിക്കണം? പ്രസന്റ് തന്നെ ആയിരിക്കണം. അങ്ങനെ പ്രസന്റ് ടെൻസ് തന്നെ വേണ്ടത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനെ ഒഴിവാക്കാമല്ലോ. കാരണം ഫസ്റ്റ് ഓപ്ഷനിൽ വാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാസ് പാസ്റ്റ് ടെൻസ് ആണ്, അത് പറ്റില്ല. സോ നമ്മൾ കളഞ്ഞു. ഇനി നമുക്കറിയാം, തീർച്ചയായിട്ടും അറിയാം, നമ്മളുടെ ആക്റ്റീവ് വോയിസിൽ യൂസിങ്, ഈസ് യൂസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസിങ് ING ഫോം ആണല്ലേ. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിൽ വെർബിന്റെ ING ഫോം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ മസ്റ്റായിട്ടും ഉപയോഗിക്കേണ്ടത് ആ INGയെ കാണിക്കാൻ ബീയിങ് എന്ന് ഉപയോഗിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം ആക്റ്റീവ് വോയിസിൽ ING ഉണ്ടെങ്കിൽ പാസീവിൽ ആര് വേണം? ബീയിങ് വേണം, മറക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഓപ്ഷനെയും എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. കാരണം അവിടെ ബീയിങ് ഇല്ല. ഇനി തേർഡിലും ഫോർത്തിലും ബീയിങ് ഉണ്ട്. വ്യത്യാസം വെർബാണ്. തേർഡിൽ യൂസ്ഡ് വന്നു, ഫോർത്തിൽ യൂസിങ് വന്നു. നമുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാസീവ് വോയിസിൽ നമ്മൾ വെർബിന്റെ V3 ഫോമിനെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഇന്റർനെറ്റ് ഈസ് ബീയിങ് യൂസ്ഡ് അറ്റ് ദിസ് ടൈം ബൈ മനു. മറക്കരുത്, ആക്റ്റീവിൽ ING ഉണ്ടെങ്കിൽ പാസീവിൽ നിർബന്ധമായിട്ടും ബീയിങ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. പീപ്പിൾ ഹാവ് സീൻ ലയൺ ഇൻ ദ സ്ട്രീറ്റ്. പീപ്പിൾ ഹാവ് സീൻ ലയൺ ഇൻ ദ സ്ട്രീറ്റ് ആക്റ്റീവ് വോയിസ് ആണല്ലേ. സോ നമുക്കറിയാം ആരാണ് ഒബ്ജക്റ്റ്? തീർച്ചയായിട്ടും അറിയാം, ആളുകൾ കണ്ടു. ആരെ കണ്ടു? ലയണിനെ കണ്ടു. സോ ലയൺ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇനി നമുക്കറിയാം ഹാവ് സീൻ എന്നുള്ളതാണ് വെർബ്. ഇവിടെയും ഓർത്തു വെക്കുക, തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ഒരു ഓക്സിലറിയെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ നിർബന്ധമായിട്ടും അവയുടെ കൂടെ ആരും കൂടി ഉണ്ടാവണം? ബീൻ എന്നുണ്ടാകണം. അപ്പൊ നേരത്തെ പറഞ്ഞു ആക്റ്റീവിൽ ING ഉണ്ടെങ്കിൽ പാസീവിൽ ബീയിങ്. ആക്റ്റീവിൽ ഹാസ്, ഹാവ്, ഹാഡ് ഈ മൂന്നിലേതെങ്കിലും ഒരു ഓക്സിലറി ഉണ്ടെങ്കിൽ പാസീവിൽ നിർബന്ധമായിട്ടും ബീൻ. അപ്പൊ ബീൻ ചേർന്ന് വരാത്ത ഒരൊറ്റ ഓപ്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ കളഞ്ഞു. ഇനി നമുക്കറിയാം ലയൺ ആണ് ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നത്. സോ സിംഗുലാർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി ലയൺ ഹാസ് ബീൻ സീൻ. എന്ത് വരും? ലയൺ ഹാസ് ബീൻ സീൻ ഇൻ ദ സ്ട്രീറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, കാരണം ലയൺ സിംഗുലാർ ആണ്. ദേ വിൽ ഡിസ്കസ് ദ മാറ്റർ സൂൺ. ഇവിടെയും നമുക്കറിയാം അവർ ഡിസ്കസ് ചെയ്യും. എന്ത് ഡിസ്കസ് ചെയ്യും? ദ മാറ്റർ. സോ ഒബ്ജക്റ്റ് ദ മാറ്റർ ആണ്. ഇനി വിൽ അവിടെ ഉണ്ട്. ദെൻ വിൽ ബി ഡിസ്കസ്ഡ് സൂൺ ബൈ ദം എന്നാണ് വരുന്നത്. നമുക്കറിയാം അല്ലെ, വില്ലിന്റെ കൂടെ V1 വന്നാൽ അത് വിൽ ബി V3 എന്നായിട്ട് മാറും. അപ്പൊ ഓർക്കുക, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇത്രയും ഓക്സിലറി വെർബുകളെ ഉപയോഗിച്ചെഴുതുന്ന ആക്റ്റീവ് വോയിസിന്റെ പാസീവ് എഴുതുമ്പോൾ അവയുടെ കൂടെ ബി എന്ന് ചേർത്തിരിക്കണം. ആര്? ബി. തിരിച്ച് നേരത്തെ പറഞ്ഞു ഹാസ്, ഹാവ്, ഹാഡ് ആണെങ്കിൽ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീൻ. ING ആണെങ്കിൽ ആര്? ING ആണെങ്കിൽ നിർബന്ധമായിട്ടും ബീയിങ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ പറ്റി. ഓക്കെ, അപ്പൊ വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ആദ്യമേ പറഞ്ഞു ഹോട്ട് ടോപ്പിക്സ്, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു ഓൾ, ബൈ.